എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിലെ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിനിപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, മലയാളി പൊളിയല്ലേ, മലയാളി പ്രബുദ്ധനാണ്, ഇത് കേരളമാണ്, കുന്തമാണ്, കൊടച്ചക്രമാണ്, ഇത് നമ്മുടെ കേരള സ്റ്റോറി അല്ലേ അല്ല. അപ്പോൾ പിന്നെ എന്താണ് റിയൽ കേരള സ്റ്റോറി? ഒരു ഹിന്ദു യുവതി റംസാൻ നോമ്പെടുത്താൽ കമന്റ് ബോക്സിൽ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, പടച്ചവൻ ഹിദായത്ത് നൽകട്ടെ തുടങ്ങിയ സമാധാന മതത്തിന്റെ മതേതരത്ത് നിറഞ്ഞു തുളുമ്പുന്നു, ഒഴുകുന്നു. അതേസമയം മുസ്ലിമായ റിനീഷ റഹീം ആറ്റുകാൽ പൊങ്കാല ഇട്ടപ്പോൾ അവരുടെ കമന്റ് ബോക്സിൽ അതേ മതേതരന്മാർ വന്ന് പറയുന്നു, നീ ചെയ്തത് ശിർക്കാണ്, നീ മതത്തിന് പുറത്താണ്, നീ ഇസ്ലാമിനെ അവമാനിച്ചു, നീ മുഹമ്മദ് നബി അപമാനിച്ചു, നീ അള്ളാഹുവിനെ അവമാനിച്ചു, കൂട്ടത്തിൽ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത തെറികൾ വിളിക്കുന്നു. ഇതിന്റെ സാമൂഹ്യവും മതപരവുമായ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല എങ്കിൽ എനിക്കറിയാം. ഇതാണ് ഇസ്ലാമിക മത തീവ്രവാദം അഥവാ പൊട്ടൻഷ്യൽ ജിഹാദിസം. ഇവിടെ ഇസ്ലാമിന്റെ മതേതര സ്വഭാവം പുഴുത്തു നാറുകയാണ്. തികച്ചും സ്വാഭാവികം. അത് അവരുടെ ഇഷ്ടമാണ്. അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ മുസ്ലിമായി പിറന്ന ഒരാൾ പോലും കമന്റ് ബോക്സിൽ എത്തിയില്ല. എന്നിടത്താണ് ഇത് കമന്റ് ജിഹാദായി മാറുന്നത്. ഇനി ആരെങ്കിലും വന്നിരുന്നെങ്കിലോ? അയാളും ഇസ്ലാമിന് പുറത്താകും. കാരണം അത് ശിർക്കാണ്. അല്ല, എന്താണ് ശിർക്ക്? ഒരു മുസ്ലിമായ വ്യക്തി മറ്റു മതസ്ഥരുടെ ആരാധനയെ പിൻപറ്റുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ശിർക്കാണ്. അക്കാരണത്താൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താക്കപ്പെടും. ഒരു യഥാർത്ഥ ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്നത് ശിർക്കാണ്. അഥവാ ഉണ്ടെങ്കിൽ അത് കപട മതേതരത്വമാണ്. അതാണ് നമ്മൾ റെനീഷയുടെ പൊങ്കാല കലത്തിൽ കണ്ടത്. അതുതന്നെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഒരു വീഡിയോ കണ്ട് മതേതര ജിഹാദികൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ സ്നഗ്ഗി ഇട്ടുകൊണ്ട് വീഡിയോ കാണുക. മറ്റുള്ളവർ ഗൂഗിൾ സെർച്ച് ചെയ്യുക, സത്യം കണ്ടെത്തുക, സത്യത്തോടൊപ്പം നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാമിസ്റ്റുകളുടെ മതേതരത്വം അത് വൺ വേ ആണ്, വൺ സൈഡ് ആണ് എന്ന സത്യം.